അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ചില ആളുകൾ എല്ലാം വാരി വലിച്ച് ചെയ്യുന്നവരാണ്. പഠനമാണെങ്കിലും ജോലിയാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും അടുക്കും ചിട്ടയും ശീലിച്ചിട്ടില്ലാത്ത ആളുകൾ, അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് വലിയ പ്രയാസമാണ് ഉണ്ടാവുക. കാര്യം, അവർ ചെറിയ നിസ്സാരമായ സംഗതികൾക്ക് വേണ്ടി തന്നെ ഒരുപാട് സമയം ചെലവഴിക്കേണ്ടതായി വരും. കാറിന്റെ ബൈക്കിന്റെ ചാവി വീട്ടിലെത്തിയ ഉടനെ അലക്ഷ്യമായി വലിച്ചെറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അയാൾക്ക് അതൊരു സുഖമായി തോന്നിയാലും പിന്നീട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നേരത്ത് ആ താക്കോൽ തെരഞ്ഞുകൊണ്ട് അയാൾ ഒരുപാട് സമയം ജീവിതത്തിൽ ചെലവഴിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, തിരക്കിട്ട് പോകാൻ നേരത്ത് താക്കോൽ കാണാതെ വന്നാൽ പിന്നീട് അത് അയാൾക്ക് വലിയ ടെൻഷൻ അനുഭവിക്കും. അയാൾ വീടിനെ ശ്രമിക്കും. ഒരു സാധനവും വെച്ചാൽ കാണാത്ത ഒരു വീട് എന്ന് വീട്ടുകാരെ ചീത്ത വിളിക്കും. ഭാര്യയുമായിട്ട് കലഹമുണ്ടാകും. എന്നാലോ അപ്പോഴൊന്നും താക്കോൽ കയ്യിൽ കിട്ടാത്തത് കൊണ്ട് നേരം വൈകിയത് നിമിത്തം ജോലി നഷ്ടപ്പെട്ടേക്കും, പരീക്ഷ എഴുതാൻ കഴിയാതെ വന്നേക്കും, കച്ചവടത്തിൽ വലിയ നഷ്ടമുണ്ടായേക്കും. ആകപ്പാടെ അയാളുടെ ജീവിതത്തിൽ ഈ നഷ്ടങ്ങളൊന്നുമില്ലാതെ രക്ഷിക്കാൻ എന്തേ വേണ്ടിയിരുന്നുള്ളൂ, അയാൾ വണ്ടിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് ചെന്ന് ആ താക്കോൽ വെക്കാൻ കൃത്യമായ ഒരു ഇടം ഉണ്ടാവുക എന്നത് മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. എങ്കിൽ അയാൾക്ക് അല്പസമയം പോലും ചെലവഴിക്കാതെ ആ വെച്ചയിടത്ത് നിന്ന് ചാവിയെടുത്ത് വീട്ടിൽ നിന്ന് സുഖമായി ഇറങ്ങിപ്പോകാൻ കഴിയുമായിരുന്നു. അടുക്കളയിൽ പലപ്പോഴും സഹോദരിമാർ കത്തി തെരഞ്ഞ് നടക്കാറുണ്ട്, മറ്റു വീട്ടുപകരണങ്ങൾ തെരഞ്ഞ് നടക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ നാം ഓരോ കാര്യങ്ങളും തെരഞ്ഞു നടക്കുന്ന സമയം കൂട്ടി വായിക്കുമ്പോഴാണ് എത്ര നേരമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന എത്ര സമയമാണ് നാം നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഈ സമയം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. സമയമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അൽ വഖ്തു ഹുവൽ ഹയാത്ത് എന്നാണ്. ആ സമയം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ജീവിതമാണ്. ആ സമയത്തെ നഷ്ടപ്പെടുത്താതെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ശീലിക്കുക എന്നതാണ് വേണ്ടത്. വസ്ത്രം അഴിച്ചാൽ എവിടെ വെക്കണം, അഴിച്ചു വെച്ച വസ്ത്രം അലക്കാൻ കൊണ്ടുപോകുമ്പോൾ എങ്ങനെ കൊണ്ടുപോകണം, വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിനകത്ത് മാത്രം, വേറെ ആരും അറിയാത്ത, നമുക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, നമുക്ക് മാത്രം നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ. പക്ഷേ ആ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ നാം സൂക്ഷ്മത പാലിക്കാതിരുന്നാൽ, ശ്രദ്ധ കാണിക്കാതിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിച്ചേക്കും. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ അപ്രതീക്ഷിതമായി കയറി വരുന്ന ഒരു അതിഥിയുടെ മുമ്പിൽ നമ്മുടെ വ്യക്തിത്വത്തിന് വല്ലാത്ത ഇടിവ് സംഭവിക്കാനും ഇത്തരം ചെറിയ കാര്യങ്ങൾ കാരണമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ പഠനമുറിയാണെങ്കിലും, നമ്മുടെ ഓഫീസ് മുറിയാണെങ്കിലും, നമ്മുടെ വീട്ടിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടമാണെങ്കിലും, നമ്മുടെ ഏതേത് പ്രവർത്തനങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരു അടുക്കും ചിട്ടയും ഉണ്ടാവുക. അതിനാണ് തർത്തീബ് എന്ന് പറയുന്നത്. അനുഷ്ഠാനങ്ങളിൽ പോലും ഈ തർത്തീബ് വളരെ പ്രധാനമാണ്. നമസ്കാരങ്ങളിലൂടെ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, വുദൂ ചെയ്യുന്നതിലൂടെ അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പാഠങ്ങൾ യഥാർത്ഥത്തിൽ പകർന്നു നൽകുന്നുണ്ട്. നാം അത് അങ്ങനെ തന്നെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നിടത്ത് സംഭവിക്കുന്ന പാളിച്ചകളാണ് നമ്മുടെ ജീവിതത്തിന് അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആരാധനകൾ കൊണ്ടും വലിയ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലുൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലുൽമ് എന്ന് പറഞ്ഞാൽ അക്രമം എന്നതാണ്. എന്ന് പറഞ്ഞാൽ ക്രമം തെറ്റിക്കുക എന്നതാണ് ലുൽമ് എന്ന് പറയുന്നത്. ലാലിം എന്ന് പറഞ്ഞാലോ അക്രമി എന്നതാണ്. അഥവാ ജീവിതത്തിൽ അടുക്കും ചിട്ടയും ശീലിക്കാതിരിക്കുമ്പോൾ, വെക്കേണ്ടിടത്ത് വെക്കാതിരിക്കുമ്പോൾ നാം അറിയാതെ ലാലിമുകളിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ജീവിതത്തിന് ചിട്ടയും ക്രമവും പാലിക്കാനും ശീലിക്കാനും ഈ റമദാനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മെ അക്രമികളിൽ നിന്ന്, ലാലിമുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.